വെൽക്കം ബാക്ക്. ഈ വീഡിയോ ടാനിയുടെ ഫസ്റ്റ് ഡേ കെയറിൻ്റെ ഡോക്യുമെൻ്റായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തലേ ദിവസം ഇവിടെ ഇവർക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട്, അതിന് വന്നാണ് കേട്ടോ. എടുക്ക പോണേ ഡേ കെയർ. ലെറ്റ്സ് ഗോ. ഇന്ന് ഇവരുടെ ഇനോഗ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ വിചാരിക്കുന്നത്. നമ്മൾ ഇനോഗ്രേഷന് പോയെങ്കിലും നമ്മളായിരുന്നു നേരത്തെ പോയത് കേട്ടോ. ബട്ട് നമുക്ക് ടാനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ, ഡേ കെയർക്കുള്ള. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ അടുത്തുള്ള വാൾമാർട്ടിൽ വന്നതാണ്. ടാനി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഡേ കെയർ എന്ന് പറയുമ്പോൾ അവന് കളിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് അവൻ്റെ മൈൻഡിലുള്ളത്. എന്താണെന്നുള്ളത് ആൾക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് PJ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 പൈജാമസ് നോക്കുകയാണ്. പിന്നെ അവനുള്ള ബാഗ്, ഷൂ, ഇൻഡോർ ഷൂ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും നമുക്ക് വാങ്ങിക്കാനുണ്ട് കേട്ടോ. ടാനിക്ക് പിന്നെ സോക്സ് ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് വാങ്ങിക്കാനുണ്ട്. അവന് അവിടെ ഒരു 3 to 4 പെയർ സോക്സ് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിച്ച് വെക്കുകയാണ്. നാളെ അവൻ്റെ പാക്ക് ചെയ്തിട്ട് എല്ലാം അവനെ കൊണ്ട് പറഞ്ഞു വിടണം. മിക്സഡ് ഓഫ് ഇമോഷൻസ് ആണ് കേട്ടോ. ഹാപ്പിയാണ്, സങ്കടമാണ്, എല്ലാം ആണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ടാനി അവനെ എപ്പോഴും എൻ്റെ പുറകെയുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് ഞാൻ വർക്കിനൊന്നും പോയിട്ടില്ല. അപ്പോൾ വീട്ടിലാണെങ്കിലും 24 hours അവൻ എൻ്റെ കൂടെ തന്നെയാണ്. വേറെ നാട്ടിൽ പോയപ്പോൾ പോലും ആൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. ഇപ്പോൾ അങ്ങനെ ഒന്നും അവന് മാറി നിന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് എങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ. അവന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വിടണ്ടേ. ഇനിയിപ്പോൾ അവർ സ്കൂളിൽ പോകണം. നെക്സ്റ്റ് ഇയർ ടാനിനെ സ്കൂളിലൊക്കെ ആക്കാനാവും. അപ്പോൾ നമ്മൾ അതിനുള്ള ഇതിപ്പോൾ തന്നെ ചെയ്തു വരണമല്ലോ. ആ ഒരു ഇതിന്മേലാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവന് ഡേ കെയർ കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് 5 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഷൂവും അവനുള്ള ബാഗും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ അവനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. നേരത്തെ എണീറ്റിട്ട് വേണം എല്ലാം ചെയ്യാൻ. ടാനിയാണെങ്കിലോ മോർണിംഗ് കുറച്ച് വൈകി എണീക്കുന്ന കൂട്ടത്തിലാണ്. അറിയില്ല എന്താവുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നമുക്ക് ഇവന് ഇഷ്ടമുള്ളൊരു തീമാണ് സ്പൈഡർമാൻ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പൈഡർമാൻ. അപ്പോൾ സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനവിടെ ബ്ലാങ്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉറങ്ങൊന്നുമില്ല, പക്ഷെ അവർ ഉറങ്ങുമ്പോൾ യൂസ് ആക്കാൻ അവരിതുപോലെ ബ്ലാങ്കറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ ടാനിനെ ഡേ കെയറിൽ വിടേണ്ട ദിവസമാണല്ലോ. അപ്പോൾ ഞാനാണ് നേരത്തെ എണീറ്റത് കേട്ടോ. എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം. അവൻ്റെ ബാഗ് ഞാൻ റെഡി ആക്കിയിട്ടില്ല, എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ബാഗിലോട്ട് പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവർക്ക് കിട്ടും. 9 to 9:30 ഉള്ളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. എനിക്ക് ഉറപ്പാണ് അവൻ കഴിക്കൂല എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവന് പാൻ കേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീറ്റാൽ എന്തെങ്കിലും ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ലൂക്ക് വാം വാട്ടറാണ് കുടിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മളെ റൈസിൻസ് വെള്ളത്തിൽ കുതിർത്തിട്ട് കുടിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിയാ സീഡും ലെമണും ഇട്ട വെള്ളം, അങ്ങനെ സിനമൺ വാട്ടർ, അങ്ങനെ കുറേ ഡെയിലി ഞാൻ അങ്ങനെ മാറ്റിയാണ് കേട്ടോ കുടിക്കാറ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ലോസിനുള്ള ആ ഒരു ജേണിയിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ ശ്രദ്ധിച്ചാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ടാനിക്ക് എന്തായാലും ഞാൻ റാഗി വെച്ചിട്ട് ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. റാഗി ബനാന വെച്ചിട്ട്. റാഗി നല്ല സാധനമാണല്ലോ. അപ്പോൾ നമുക്കും അതുതന്നെയാണ് നല്ലത്. നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഐറ്റം ആണല്ലോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊണ്ട് നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബനാന ഏതായാലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബനാന വെച്ചിട്ട് ഞങ്ങൾക്കൊരു സ്മൂത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. റാഗി വെച്ചിട്ടുള്ള സ്മൂത്തി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എങ്ങനെ ആവുമെന്നറിയില്ല. നമുക്കങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം.
നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണല്ലോ, അപ്പോൾ അതിന് ഞാൻ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും സെമി ഒരുപോലെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. സെമി നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു കേട്ടോ. ഒരു 6 to 7 kg സെമി ഒരു 1 month കുറഞ്ഞു കേട്ടോ. ഞാൻ അത്രയൊന്നും കുറഞ്ഞില്ലെങ്കിലും ഒരു 4 to 5 kg ആ ഒരു റേഞ്ചിൽ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. റാഗി ഇവിടെ കൂളായിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായി ഒന്ന് തണുത്തതിന് ശേഷമാണ് റാഗി ബനാന സ്മൂത്തി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിന് ഞാൻ ഒരു ഹോൾ ബനാനയും പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരാൾക്കാണെങ്കിൽ ഹാഫ് ബനാന മതി കേട്ടോ. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ടാണ് ഞാൻ 1 ഫുള്ള് എടുത്തത്. സ്വീറ്റ് ആവശ്യമുള്ളവർക്ക് ഡേറ്റ്സ് ഇട്ടാൽ മതി. പിന്നെ റാഗി ഞാൻ നമ്മളെ ലോ ഫാറ്റ് മിൽക്കിലാണ് നന്നായി ഒന്ന് താപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി തണുത്തതിന് ശേഷം ആണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടമ്മി ഫില്ലിംഗ് ആണ് കേട്ടോ. അത് റാഗിയിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് നേരത്തിന് വിശക്കില്ല. പിന്നെ ബനാനയും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്വീറ്റും കിട്ടുമല്ലോ അതുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടാനിന് എന്തായാലും ഫസ്റ്റ് ഡേ കെയർ ഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ പ്രോട്ടീനായിട്ട് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാനി എണീറ്റിട്ടില്ല കേട്ടോ, അവൻ ഉറങ്ങണേ. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ കേട്ടോ. ഇന്നലെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അവർ ഡേ കെയർക്ക് ബാഗും ഇൻഡോർ ഷൂ ഡ്രസ്സ് അങ്ങനെ കുറേ സാധനം കൊടുത്തു വിടാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് പാക്ക് ചെയ്യാം. ഈ ചോക്ലേറ്റ് നമ്മളെ അങ്കിള് ടാനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇന്നലെ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ നൈബർ അങ്കിളാണ്. അപ്പോൾ ടാനിയുടെ പല്ല് കേടുള്ളതുകൊണ്ട് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്കിള് ടാനിനെ കാണാൻ പല്ല് എടുത്തതല്ലേ എന്നും പറഞ്ഞിട്ട് അവനെ കാണാൻ വന്നപ്പോൾ കൊടുന്ന കേട്ടോ. ഇന്നലെ ഇനിയിപ്പോൾ ആള് വന്നാൽ ഇത് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. ഇതാണ് ഞാൻ ഇന്നലെ രാത്രി പാക്ക് ചെയ്തിട്ടൊന്നും സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ 4 കൂട്ട് ഡ്രസ്സ് ഉണ്ട്, സോക്സ് ഉണ്ട്, പിന്നെ അവർക്ക് നമ്മൾ ഡയപ്പർ കൊടുത്തു വിടണം. പിന്നെ വൈപ്സ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് എടുക്കാണ്ട്. പിന്നെ ഇതാ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പൈഡർമാൻ തീം. അപ്പോൾ അവനൊരു ബ്ലാങ്കറ്റ് അവർക്ക് അവിടെ ഉറങ്ങാനാണ്, ഉറങ്ങുമ്പോൾ ഉപയോഗിക്കാനാണ്. ഒരു സ്പൈഡർമാൻ്റെ ബാഗ് ഉണ്ട്, പിന്നെ ഒരു ഇൻഡോർ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുണ്ട്, പിന്നെ ഒരു ഡയപ്പർ റാഷ് ക്രീം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ബാഗിൽ വെച്ച് നോക്കാം. എല്ലാം കൂടി കൊള്ളുമെന്നുള്ള സംശയമാണ്. ഈ ഡ്രസ്സും ഈ ഡയപ്പർ വേറെ വെക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് വെച്ചപ്പോൾ തന്നെ ഫില്ലായിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് പാക്ക് ചെയ്യാം. വേണ്ട എല്ലാ സാധനത്തിനും ഇവരെ പേര് എഴുതണം കേട്ടോ. അത് വൈപ്സ്, ഡയപ്പർ, ഡ്രസ്സ് എല്ലാത്തിലും നമ്മൾ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് മാറി പോകാതിരിക്കാനായിരിക്കും. അപ്പോൾ ഞാൻ അതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് പാക്ക് ചെയ്തു. ഇനി ഞാനേ ടാനിനെ പോയി വിളിക്കട്ടെ. അല്ല അവന് എനിക്കും തോന്നുന്നില്ല, അവനൊരു 9-9:30 വരെ കിടക്കുന്ന ആളാണ്. അപ്പോൾ 9ൻ്റെ ഉള്ളിലെങ്കിലും അവിടെ എത്തിക്കണം. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഡേ കെയർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം നിർത്തണുള്ളൂ, അധികം നേരം നിർത്തണില്ല. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അവന് ഇത്രയും ദിവസമായിട്ട് അങ്ങനെ പുറത്തൊന്നും അവൻ പോയിട്ടില്ല. ഞാൻ ഫുൾ ടൈം അവൻ്റെ കൂടെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ വിടാതിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അവനൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതല്ലേ വിചാരിച്ചിട്ടാണ് വിടാന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അവനൊന്ന് പോയി നോക്കട്ടെ, നമുക്ക് കാണാം. പോണോ? Here you go. No. Light on, please. Light on. No. Good. ഇന്ന് എവിടെ പോണേ നമ്മള്? എങ്ങടെ പോണേ? ഡേ കെയറോ? ഇഷ്ടാണോ പോവാന്? ഞാനേ അവിടെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. പക്ഷെ എനിക്കൊരു സമാധാനം, നമ്മൾ ആ ടൈമിൽ എത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവന് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കണം കേട്ടോ. അവന് പെട്ടെന്ന് കഴിക്കുന്ന സാധനം ഇതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ പാൻ കേക്ക് തന്നെ കേട്ടോ കൊടുക്കാറുള്ളത്. അവന് ഇങ്ങനത്തെ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ സീരിയൽസ് പാലിലിട്ട് കൊടുക്കുക. അല്ലാതൊന്നും അവന് നമ്മൾ പിന്നെ വീക്കെൻഡ് ഒക്കെ നമ്മൾ എന്തെങ്കിലും പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇഷ്ടമാട്ടോ അവന്. അല്ലെങ്കിൽ ഞാൻ അവന് മാത്രമായിട്ട് പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പക്ഷെ എപ്പോഴും ഒന്നും അവൻ കഴിക്കലില്ല. അവൻ ഇങ്ങനത്തെ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അനി ഡ്രസ്സ് ഇടുക.
ടാനി മമ്മ എന്താ ഉണ്ടാക്കണ നോക്കട്ടോ. ഇത് ഫുള്ള് എടുക്കണോ? അപ്പം നമ്മൾ ഇതിൻ്റെ ഹാഫ് ഇതിലോട്ട് ഈ ബനാനയും ഡേറ്റ്സും കൂടി ഇട്ടിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ടാനി നമുക്ക് ജ്യൂസ് അടിച്ചാലോ? അപ്പൊ നമ്മളുടെ ബനാന റാഗി സ്മൂത്തി റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഇത് ട്രൈ ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണ്ടേ? അതെന്തേ വേണ്ട? നമ്മൾ പോവാണോ? എങ്ങടെ പോന്നേ? ആ നമ്മൾ പോവല്ലേ സെമി. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യാൻ. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്തോളാം കേട്ടാ. ടാനിയുടെ ബാഗ് എവിടെ? രണ്ടും വേണം. ഓൺലി വൺ. ഇത് നമുക്ക് വന്നിട്ട് കളിക്കാം. ഇത് ടാനിയുടെ ടോയ്സ് വെക്കുന്ന ബാഗല്ലേ, അത് ഇവിടെ വെച്ചോളാം. ആ, അത് വീട്ടിൽ കളിക്കണ സ്പൈഡർമാൻ ബാഗ് ഡേ കെയർ കൊണ്ടുപോകണേ. ഓക്കെ, ലെറ്റ്സ് ഗോ പറഞ്ഞേ. Can I go to bathroom? Okay. Go to bathroom. Okay. വിശക്കണെന്ന് എങ്ങനെ പറയാ? I am hungry. Yes. Let's go. Let's go to daycare, Tani. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ സണ്ണിയാന്ന് വിചാരിച്ചു, പക്ഷെ ചെറിയൊരു കുളിരൊക്കെ ഉണ്ട്. ടാനി, ജാക്കറ്റ് ഇടണോ? ഏതായാലും സേഫിനൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതാ ഹെയർ കോംബ് ചെയ്യാൻ മറന്നു. ഒരു സുഖമില്ല. ഇതാണ് കേട്ടോ ടാനിയുടെ ഡേ കെയർ വരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് നമുക്കൊരു 5 മിനിറ്റ്സ് ഡ്രൈവ് പോലും ഇല്ല. അത്ര അടുത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആണോ? ഇതാണ് കേട്ടോ ടാനിയുടെ ഡേ കെയർ. അവർക്ക് അവരുടെ പ്രോപ്പർട്ടീസ് മാത്രം വെക്കാനായിട്ടുള്ളതാ ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ ഉണ്ട് കേട്ടോ. അതിൽ അവരെ പേര് എഴുതിയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ടാനിയുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് ആൾ ഭയങ്കര കരച്ചിലാണ്. ഞങ്ങൾ പുറത്ത് നിന്നിട്ട് സഹിക്കാൻ വയ്യാണ്ടായി 1 അവറോളം കണ്ടിന്യൂസ് കരഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും അവനെ എടുത്തു പോന്നു. ടാനി, ഡേ കെയർ ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടായിട്ടാണോ കരഞ്ഞത്? എന്തിനാ കരഞ്ഞേ? എന്തിനാ കരഞ്ഞത് ടാനിയെ? പോയപ്പോഴുള്ള ഉഷാറൊന്നും ഇല്ലല്ലോ തിരിച്ചു വരുമ്പോ. എന്തിനാ കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്?
എന്തിനു കരഞ്ഞേ? കാരണം എന്തിനേ? എവിടെ പോണോ? ഡാഡ വർക്കിന് പോവല്ലേ? ഡാഡക്ക് വർക്കിന് പോണ്ടേ? പോണ്ടേ? അപ്പൊ ഞാനിനി ടുമോറോ വരൂല്ലേ ഇവിടെ ഡേ കെയറില്? ടാനീനെ ഡേ കെയറിലാക്കിട്ട് ഡാഡ വർക്കിന് പോണ്ടേ? അപ്പൊ അവിടെ ടോയ്സ് വെച്ച് കളിക്കണ്ടേ? ഞാനിന്റെ ടോയ്സ് വെച്ച് കളിക്കാഞ്ഞേ? നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ലഞ്ച് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ലഞ്ച് ഞാൻ സിമ്പിളായിട്ടൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കുറച്ച് പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ്റെ കൂടെ ഞാൻ റാഗി കൊണ്ടൊരു ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ടാനിയാണ് കേട്ടോ ലഞ്ച് ഉണ്ടാക്കുന്നത്. അല്ല ടാനി, എന്തുണ്ടാക്കുന്നത്? നമ്മൾ ചിക്കൻ അല്ലേ? അപ്പൊ ഈ ചിക്കനിലോട്ടുള്ള പൊടി ഉണ്ടാക്കാൻ ഇതാ ഞാൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മള് എന്താണ് ടാനി, മുളകില്ലേ, ചുവന്ന മുളക്, അത് പിന്നെ കുറച്ച് സ്പൈസസ്, ഗരം മസാല ഒക്കെ എടുക്കുന്ന മറ്റേ എന്തൊക്കെയാണ്, ഏലക്കായ, കറവാമ്പൂ, കറാമ്പട്ട അതിട്ടിട്ടുണ്ട്. പിന്നെ 2 തരം ജീരകം, പിന്നെന്താണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഈ പൊടിയാണ് ഇതിന്റെ മെയിൻ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഞാനിതാ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കനിലോട്ട് ഈ പൊടി ഇടുക, പിന്നെ കുറച്ച് തൈര് ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് പൊടിച്ചു വെക്കട്ടെ കേട്ടോ. നമ്മൾ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്ത് പൊടിച്ചെടുത്താണ്. നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് യോഗട്ടാണ്. യോഗട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ യോഗട്ടും നമ്മൾ ഈ മസാലപ്പൊടിയും എല്ലാം കൂടി ചേർന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും മാരിനേഷന് വെക്കണം എന്നാണ്, പക്ഷേ എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മാരിനേഷനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇപ്പോഴന്നെ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളിയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ഗീലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഞാൻ ആ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഗീ എടുത്തിട്ടുള്ളൂ. അധികം ഓയിൽ യൂസ് ആക്കാത്തതുകൊണ്ടാട്ടോ. പിന്നെ ഇതാ കുറച്ച് കുഞ്ഞുള്ളി ഇടാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. റാഗി കൊണ്ട് നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പത്തിരിമാവ് ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ റാഗിപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ നമുക്കൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും എന്ത് കറിയുടെ കൂടെയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ റാഗി കൊണ്ടാട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിത് നന്നായി ഒന്ന് വഴറ്റിയെടുത്താണ്. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കില്ല, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ റാഗിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ ഇതിലോട്ട് ഇടാം. ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന കേട്ടോ. ഞാൻ അവിടെ യൂസ് ചെയ്തിരുന്നായിരുന്നു ഈ ഇടിയപ്പം ചെയ്യുന്ന ഇതിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര സുഖമാണ്. പെട്ടെന്ന് ഇതിങ്ങനെ നമുക്കിങ്ങനെ വല്ലാണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് പീച്ചെടുക്കാൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചിക്കൻ കറിയും മുട്ടക്കറീൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഇടിയപ്പം. ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചിരുന്നു നമുക്ക് ഈ ഇടിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ അരിപ്പൊടി വെച്ചല്ലേ ഞാനൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ റാഗി വെച്ച് കഴിച്ചു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. ഞാനിത് സ്റ്റീമറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് സ്റ്റീമർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇത് കുക്കാക്കാൻ വെക്കാം.
ഇനി അതവിടെ കിടന്ന് കുക്കാവട്ടെ. നമുക്ക് ആ ടൈം കൊണ്ട് ചിക്കൻ റെഡിയാക്കാം. ഇവിടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കന് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാനെടുത്ത്. നിങ്ങൾക്ക് ഏത് ചിക്കൻ മീൻസ് ബോണുള്ളതും ബോൺലെസ് ഏത് വേണം നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ആക്കാം കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. കുറച്ച് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കായിക്കോട്ടെ കേട്ടോ. കുറച്ചുകൂടി ഉണ്ട്. സോറി ഗൈസ്, മെയിൻ ഐറ്റം മറന്നുപോയി. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണ്ടായിരുന്നു. പക്ഷെ ഞാനിതാ ഇതിലിങ്ങനെ കുത്തിയിട്ടിടാണ്. ഇത് നമുക്ക് ചിക്കനിലോട്ട് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ആണല്ലോ മെയിൻ നമ്മളെ ഒരു ഫ്ലേവർ വരുന്നത്. ടാനി ഇടണോ? ഓക്കെ കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ മെല്ലെ മെല്ലെ. ഓക്കെ സ്ലോലി മിക്സിങ്. ഓക്കെ ഇതെന്താ ഡേക്കറിന്ന് വേഗം വന്നേ? ടാനി പോയ സ്പീഡിൽ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ടോ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവന് കുറച്ചു നേരം അവിടെ നിന്നുള്ളൂ. ഒരു 1 hour പോലും തികച്ചു നിന്നില്ല. ആള് കണ്ടിന്യൂസ്ലി കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരോട് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവരെടുത്ത് വന്നു കേട്ടോ. ഇനി അവന് ചെറിയ പതിയെ എങ്ങനെ ട്രാൻസിഷൻ ആക്കാന്നാണ് വിചാരിക്കുന്നത്. അല്ല ഒറ്റയടിക്ക് തന്നെ അവന് അങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പൊ അവന് മെല്ലെ മെല്ലെ അവിടെ എന്താന്നൊന്നിപ്പോ ഒന്ന് മനസ്സിലായി. അൺഹൈജീൻ എന്താ കുട്ടി. അപ്പോ മെല്ലെ മെല്ലെ അങ്ങനെ കൊണ്ടുപോകുന്ന കേട്ടോ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ നാളെയും ഇതുപോലെ കുറച്ച് നേരം, നാളെ സെമിക്ക് വർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവനെങ്ങനെ അവനെങ്ങനെ അറിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ. പക്ഷെ ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളി ടീച്ചേഴ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും അവിടെ പോയപ്പോൾ ഒരു സമാധാനം. എനിക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ മെല്ലെ പതിയെ അവനിങ്ങനെ പോയി ഒന്ന് സെറ്റ് ആവട്ടെ. നെക്സ്റ്റ് ഇയർ എന്തായാലും അവന് സ്കൂളിൽ ചേർക്കാനാവും. അപ്പൊ എന്തായാലും ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണല്ലോ നല്ലത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടാക്കിയത്. നാളെ പോണോ ഡേ കെയറിൽ? യെസ് 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 എന്നോവാ യെസ് എന്നോവാ യെസ്. കറിയോ? നോ. ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് സൈഡിൽ ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചിക്കനിൽ ശർക്കര ആഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ ശർക്കര കുറച്ചെടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇച്ചിരി മധുരവും കൂടി വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. കുറച്ച് ശർക്കര പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ റാഗി ഇടിയപ്പം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കണേ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടേ. റെഡി. എന്താ വേണം? ഇതാണ് കേട്ടോ എൻ്റെ മീൽ പ്ലേറ്റ് വരുന്നത്. നമ്മൾ കാർബ് കുറച്ചിട്ട് പ്രോട്ടീനും വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് പറഞ്ഞല്ലോ. ഞങ്ങൾ ശരിയാണ് പോവാണ്. ബായ് പറഞ്ഞോളാം. ബൈ. See you. Bye.